എറണാകുളം സ്റ്റാൻഡ് ഇത് തന്നെയല്ലേ മോനെ? അതെ. ആ എന്തായാലും എറണാകുളം എത്തി, സമാധാനമായി. എടാ എൻ്റെ മോനെ കണ്ടോ? തങ്കച്ചനെ കണ്ടോ? അല്ല, അവൻ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുമായിരുന്നു. ബസ്സിലൂടെ കൊണ്ട് നിർത്തി എൻ്റെ മോൻ തങ്കച്ചൻ. അവൻ എറണാകുളം കാണണമെന്ന് പറഞ്ഞാൽ അവനെയും കൂട്ടിക്കൊണ്ടിങ്ങ് വന്നതാ. അവന് ഛർദ്ദിക്കുന്നു. അവനെ പുറകെ കൊണ്ട് ഇരുത്തിയതാ. എന്നിട്ട് അവനെ ഇപ്പൊ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. നീ എവിടെ പോവാ? എന്നെ ഇറങ്ങനെ കണ്ടോ? അരുൺ മേനസാക്കർത്തേക്കല്ലേ സീതാന തങ്കച്ചൻ, എൻ്റെ മോൻ തങ്കച്ചൻ. നീ കണ്ടോ? ദൈവം തമ്പുരാൻ, ഇതുപോലത്തെ വല്ല പെണ്ണുങ്ങളെ കണ്ടില്ല അതിന്റെ പിന്നാലെ പോയതാണോ? ഉസ്ലാം പെട്ടിക്കൊന്നും ഞാനില്ല, എൻ്റെ തങ്കച്ചനെ കൊണ്ട് ഞാൻ പോരുന്നുള്ളൂ. നിങ്ങൾ ഉസ്ലാം പെട്ടിയോ? തങ്കച്ച നീ എവിടെ പോയി കിടക്കുവാ? അമ്മച്ചി നമുക്ക് അതെ വിട്ടോ ഞാൻ എങ്ങോട്ട്? അതെ മൊത്തം ഒരു ചെറിയ പ്രശ്നമായി. എന്നാ പ്രശ്നം? അമ്മച്ചി എന്നെ ബാക്കി കൊണ്ടു ഛർദ്ദിക്കാനല്ലേ ഇരുത്തിയേ? എടാ മുടിഞ്ഞവനെ, ഞാൻ നിന്നെ തപ്പിയല്ലേ എവിടെയെല്ലാം പോയെന്ന് അറിയാമോ? എനിക്ക് ഒന്നും പറയണ്ട അമ്മച്ചി. എനിക്ക് ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ മുടി മണക്കണമെന്നല്ല അമ്മച്ചി പറഞ്ഞേ. എന്നെ മുടി മണക്കണം? എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ എന്റെ മുടി എടുത്ത് എനിക്ക് മണക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒരു പെണ്ണിന്റെ മുടി എടുത്ത് മണത്തും. മൊത്തം പ്രശ്നമായി. അവളിപ്പോ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. എങ്ങോട്ട്? വാ ഇങ്ങോട്ട് വാ, അത് നമുക്ക് പിന്നെ പറയാം. എന്റെ ചെറുക്കനെ കിട്ടിയിടാവേ. ഞങ്ങൾ ഇനി മറൈൻ ഡ്രൈവില് എവിടെയാ മേലകയ്ക്ക് പോവാല്ലേ? അമ്മച്ചി വാ. ഇതിലേ കയറുവാ. ഈ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് വെച്ചേക്ക. തങ്കച്ച, നീ അങ്ങോട്ടാ എന്നെ ഈ വലിച്ചോണ്ട് പോണേ? ആ പെണ്ണ് പിടിക്കില്ലായിരുന്നപ്പോ ഓടിയില്ലായിരുന്നെങ്കിൽ എന്നെ പെണ്ണ് പിടിക്കാൻ നിന്നെ എന്നാ പറഞ്ഞോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നേ? എറണാകുളം കാണിക്കാന്നും പറഞ്ഞു. എന്നിട്ട് നീ എന്നെ കാണിച്ചേ? ഞാൻ എറണാകുളം കണ്ടു, തെറ്റായി പോയോ? എറണാകുളം കൊണ്ട് തെറ്റായി പോയി. ഇവിടെ നമ്മുടെ പാലാരാമപുരം അല്ല ഇത്, എറണാകുളം അറിയാമോ? കണ്ടോ വണ്ടിയൊക്കെ ചീരിപ്പായിന്ന് കണ്ടോ? ആ ആൾക്കാരൊക്കെ നോക്കുന്ന കണ്ടോ? നമ്മുടെ നാട്ടുമ്പുറം അല്ല ഇത്, ആദ്യം അത് മനസ്സിലാക്കി. അമ്മച്ചി ഒറ്റ ഒരുത്തിയല്ലേ ഇതിന് കാരണം മുടി മണക്കാൻ പറഞ്ഞതല്ലേ പറ്റിപ്പോയത്? ചേട്ടാ നിന്നോട് ഞാൻ മുടി മണക്കാൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പൊ കണ്ട പെണ്ണുങ്ങളുടെ മുടി മണക്കാൻ പോയെ? അതാ ഞാൻ ചോദിക്കുന്നത്. അത് എന്നെ കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരനെ ഞാൻ. എന്നെ കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അമ്മച്ചിക്ക് അറിയാമോ, ഞാൻ കെട്ടുപ്രായം കഴിഞ്ഞ് നോക്കുക എന്റെ മൂക്കിൽ പല്ല് വരെ വന്നു. ഞാൻ നേരം വെളുത്തിട്ടും വായിലും പല്ല് തേക്കണം, മൂക്കിലും പല്ല് തേക്കണം. മൂക്കിലും വായിലും പല്ല് തേക്കാൻ ഞാൻ എന്നാ കാണിച്ചു? നീ എത്ര പെണ്ണുങ്ങളെ പോയി കണ്ടു? അതിന്റെ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെട്ടോ? എല്ലാ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മക്കല്ലേ ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. നിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് കല്യാണം കഴിപ്പിച്ചു വിടാൻ ഞാൻ സമ്മതിക്കല. നീ കല്യാണം കഴിച്ചു വിട്ടാ നീ ആ പെണ്ണിന്റെ മൂടിയും മണത്ത് അങ്ങനെ നടക്കുമല്ലേ ഉള്ളൂ. എന്റെ അമ്മച്ചി, പിന്നെ ഞാൻ കല്യാണം കഴിച്ച പെണ്ണിന്റെ പുറകെ അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ ശാന്തയുടെ പുറകെ ഇനിയും ഞാൻ നടക്കണമെന്നാണ് അമ്മച്ചി പറയണേ. ശാന്തയുടെ പുറകെ നടക്കുന്ന കാര്യമല്ല എന്റെ തങ്കച്ച പറയുന്നേ. എടാ എനിക്കാരുണ്ടോ എന്റെ പുറകെ നടക്കാൻ? ആരാടാ ഉള്ള തങ്കച്ച? അമ്മച്ചി എന്നെ വൃത്തിയായി പറയണേ. നിന്നെ ഞാൻ എത്ര അടുത്ത് കണ്ട് കാണിച്ചു? അതിന് നീ ഉത്തരം പറ. എത്ര സ്ഥലത്ത് നിന്നെ കാണിച്ചു? നിനക്ക് ഒന്നെങ്കിലും എന്റെ അമ്മച്ചി അതല്ലാന്ന്. എന്നെ കെട്ടിക്കൊണ്ട് അങ്ങോട്ടല്ല പോണേ, അവളെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ടല്ലേ വന്നെ. അപ്പൊ അമ്മച്ചിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവൂലേ? നീ ഉണ്ടായാലും ഉണ്ടായില്ലേലും എടാ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചവരുടെ അവസ്ഥ എന്നാന്നറിയോ? അതോ ഗതിയാണ്, മനസ്സിലായോ? നീ വാ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇനി എറണാകുളത്ത് ഏതെങ്കിലും ഒരു കിടുക്കം പീസനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല പീസല്ല, ഏതെങ്കിലും കാണാൻ കൊള്ള ഐശ്വര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരും. ചാലിക്കോട്ടയിൽ മാമച്ചന്റെ മകൻ തങ്കച്ചനാണോ ഈ വർത്താനം എന്നോട് പറയുന്നേ? അത് തന്നെയാണോ? അത് അമ്മച്ചിക്കല്ല അറിയുള്ളൂ, എനിക്കറിയാമോ? അത് തന്നെയാ. ആണോ? നീ മാറ്റി ഒന്നും നിൽക്കണ്ട. അത് തന്നെയാ. ഞാൻ അതിൽ ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു ചെറിയ തീരുമാനം എടുക്കേണ്ട കാര്യമുണ്ട്. എന്നാ? എനിക്കും വേണം ഒരു കൂട്ട്. അമ്മച്ചി ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകണോ? പിന്നെ നീ കല്യാണം കഴിച്ച് പോയാൽ ഞാൻ ഒറ്റപ്പെട്ട് പോകില്ല. എനിക്കും വേണം കൂട്ട്, വേണം. എനിക്ക് വേണം. അമ്മച്ചി കൂട്ട് വേണം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അമ്മച്ചിക്ക് പറ്റിയൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കാം. അവിടെ ഒരു കൂട്ടല്ല, ഒരുപാട് കൂട്ടുണ്ടാവും. ഒരുപാട് കൂട്ടുണ്ടാവും. എവിടെ? അത് വൃദ്ധസദനം. അങ്ങ് വാടാ തങ്കച്ച. ഇങ്ങോട്ട്. ഇവിടെ നമുക്ക് വണ്ടി പിടിച്ച് പോകാല്ലേ? അത് പെണ്ണല്ല, ആണാ. ഇങ്ങോട്ട്. അതെ ഇങ്ങനെ നടന്നാ മതിയോ? ഇപ്പോഴെങ്കിലും അമ്മച്ചിക്ക് തോന്നിയില്ല എന്നെ ഒന്ന് കെട്ടിച്ചു വിടാൻ. തങ്കച്ച ഈ ജന്മത്തിൽ നിന്നെ കെട്ടിച്ച് ഞാൻ വിടത്തില്ല. വിടത്തില്ല. നീ അതിനകത്ത് നീ വ്യാമോഹിക്കാൻ വേണ്ട കേട്ടോ. ഇല്ല, വിടത്തില്ല. അത് ഞാൻ തീരുമാനിച്ച കേസാണ്.
വിടൂലപ്പാ. ആ ഇല്ല വിടത്തില്ല. ഞാൻ നിനക്ക് സാധനം മേടിക്കണ്ടേ? വേണോ സാധനോ? ആ അവിടെയൊക്കെ ഭയങ്കര ക്യൂ ആയിരിക്കുമ്പോ ഭയങ്കര തിരക്കല്ലേ എറണാകുളത്തൊക്കെ. എടാ നിനക്ക് ഷർട്ടും ചീലയൊക്കെ വേണോ? ഷർട്ടിന് ശീലം മേടിക്കണ ആ. ആ അമ്മച്ചി ഇവിടെ റേഷൻ തുണിയൊക്കെ നല്ല വില കുറച്ചിട്ടുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ചുമ്മാ അന്വേഷിച്ചിട്ട് എന്ത് കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോൾ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാരാണെന്നുള്ള രീതി കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കും. പറ്റിക്കും. നമ്മൾ നാട്ടിൻ പുറത്തെ ആ നമ്മുടെ നാട്ടിൻ പുറം അല്ല ഇവിടം. അല്ലല്ലേ? എറണാകുളമാ. അപ്പൊ അമ്മച്ചി നമ്മൾ എങ്ങനെ ഈ അവിടെ ഇവിടുത്തെ ഭാഷ എങ്ങനെ സംസാരിക്കും? എടാ ഈ ചാളമേരിയൊക്കെ സംസാരിക്കല്ലടാ നമ്മൾ സീരിയലിൻ്റെ അകത്ത് കണ്ടിട്ടില്ലേ? എറണാകുളത്തെ ഭാഷയില്ലേ? അങ്ങനെ പറയണം. അതെങ്ങനെയത്? അതിപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പം ഞാൻ നിന്നോട് ചോദിക്കാം, എടാ മകനെ, എടാ തങ്കച്ചോ, എന്നാളമ്മേ നിനക്ക് ചുവാറ് വേണ്ടേ? എനിക്ക് ചുവാറ് വേണം. നിനക്ക് ചുവാറും മീൻകറിയും തന്നാലാ? എനിക്ക് ചുവാറും മീൻകറിയും തന്നെ ഞാൻ കുരങ്ങൻ തന്നെ കുഴച്ചങ്ങോട്ട് കഴിക്കും. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ആ പുള്ളിക്ക് മനസ്സിലായി നമ്മൾ ഇവിടുത്തുകാരാണ്. ഇങ്ങനെ പറയണം. പിന്നെ കൈകാലാവത്തില്ലാത്തതാണ് അത് മറ്റേത്, അത് സിനിമയാ. സിനിമയാണോ? ആ അതല്ല, അത് വേണ്ട. ചുവാറ്, എടാ എനിക്ക് ചുവാറിൻ്റെ ഇട്ട് പോടാ. അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആ ഓട്ടോക്കാരനോട് ചോദിക്കാം. ഇങ്ങനെ തന്നെ ചോദിക്കണം. വില കുറച്ച് കിട്ടണ. ഇവനെ കണ്ടിട്ട് ഈശോയുടെ ഷേപ്പ് ഉണ്ട്, ഐശ്വര്യമുണ്ട്. ഈശോടെ? ഈശോടെ. ആ ഈശോടെ. എന്താ മോൻ്റെ നിന്റെ പേരെന്താണ്? സുരേഷ്. സുരേഷ്. നിനക്ക് ഈശോ എന്നിടായിരുന്നു, അതായിരുന്നു നല്ല പേര്, അല്ലേ? ടോണി അല്ലേ? മകനെ ഇവിടെയേ ഈ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണുള്ളത്? അമ്മച്ചി എന്നാ പറയണേ? നമ്മളിവിടെ സ്ഥലം മേടിക്കാൻ വന്നാണോ? ഞാൻ ചോദിക്കാം. അതെ, ഇവിടെ ഈ വില കുറച്ച് സ്ഥലം കിട്ടുന്നത് എവിടെയാണ്? ഇവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില. അതല്ല അതല്ല ഉദ്ദേശിച്ചത്. ഇവിടെ സാധനങ്ങളൊക്കെ വില കുറച്ച് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? അതാ ഉദ്ദേശിച്ചത്. അത് മേനക. ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടുമോ? എന്നാ മാമ നമുക്ക് ആ പെണ്ണിൻ്റെ അടുത്ത് കിട്ടുമോ? ഏത് പെണ്ണിൻ്റെ അടുത്ത്? മേനകയുടെ അടുത്ത്. ഇവൻ ആ വണ്ടിയെ വന്നപ്പോൾ തന്നെ ഇവൻ പ്രശ്നമാണ്. ഇവൻ ഈ ഇവിടെ കണ്ടപ്പോൾ തന്നെ, ഈ നാട് കണ്ടപ്പോൾ തന്നെ ഈ പെണ്ണിൻ്റെ പിന്നാലെ നടക്കുക. താങ്കച്ച ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയുന്നത് കേട്ടെൻ്റെ കൂടെ നിന്നോണം. എന്തൊക്കെയാണ് പറയുന്നത്? അത് പെണ്ണല്ല, അത് സ്ഥലമാണ് മേനക. സ്ഥലത്തിന്റെ പേരാണ് മേനക. എന്നാ തൊട്ടടുത്തുള്ള സ്ഥലത്തിന് നമുക്ക് സുരേഷ് എന്ന് പേരിട്ടാലോ? അപ്പം മേനക സുരേഷ് ഇടാലോ, വിളിക്കാലോ. എടാ മകനെ, അവിടം വരെ പോകുന്നതിന് എത്ര രൂപ ആവും? 80 രൂപ. 80 രൂപ? 80 രൂപയോ? ആരോടാണ് ഈ പറയുന്നത് 80 രൂപ അവിടം വരെ പോകുന്നതിന്? ഇടേ ഞങ്ങളേ ഉച്ച വരെ പണി എടുത്തു കഴിഞ്ഞാൽ കിട്ടും 80 രൂപ. അപ്പൊ അത് മൊത്തം ഇവന് കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളേ ഈ നാട്ടുകാർ തന്നെയാണ് കേട്ടോ, ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. 80 രൂപ. മകനെ സുരേഷേ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 40 രൂപ അങ്ങ് തരും. അമ്മച്ചി കേട്ടോ വെച്ചേ. ഞാൻ കാര്യം പറയാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഞാൻ ഓട്ടോ കയറി ചുമ്മാ ഇരുന്നാൽ മതിയോ? അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല. ഇല്ല, 40 രൂപ വരും. അത് നടക്കൂല, ഞാൻ തിരിച്ചു തന്നെ വരണ്ടേ? തിരിച്ച് തന്നെ വന്നേന്നോ? ഇതെന്നാ അമ്മച്ചി പറയണേ? ഇവന് അവിടെ നിന്ന് ഇവിടെ വരെ പട്ടാ പകൽ വരാൻ നിനക്ക് പേടിയാണ് ഇറങ്ങാൻ? കാര്യം ചെയ്യടാ, നീ ഇവൻ്റെ കൂടെ പോയിട്ട് ഇവനെ തന്നെ വിടണ്ട, നീ പോക്കും. ആണോ? പോയിട്ട് വാ. ഞാൻ കൂട്ടിന് വരാം, പക്ഷെ എന്നോട് പൈസ ഒന്നും ചോദിക്കരുത്. മനുഷ്യനെ വരക്കെടുത്ത് പോയതാഴ്ച. എടാ ഞങ്ങളെ ഒന്ന് കൊണ്ട് എത്തിക്കടാ, ഞാൻ 40 രൂപ തരാമെന്ന് പറഞ്ഞില്ല മകനെ. 80 രൂപ. പിടിച്ചേ, കൈ കാണിച്ചേ. നീ കാണിച്ചത് എന്തായിരുന്നു മേടിക്ക് നീ? നമ്മളൊന്നും അല്ലെങ്കിലും മലയാളികളല്ലേ ചേട്ടാ. അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല. അപ്പൊ കാര്യം നടന്നോ? ഇതാണ് ബുദ്ധിപരമായിട്ട് നമ്മൾ കാര്യം നീക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ല നമുക്ക് അവൻ്റെ വണ്ടി കയറി പോകണ്ടേ? എൻ്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ 40 രൂപ കൊടുക്കണ്ടേ? വണ്ടി കയറി 80 രൂപ കൊടുക്കണ്ടേ? ഇപ്പൊ 40 രൂപയിൽ കാര്യം നടന്നോ? എടാ എൻ്റെ ഇരുന്ന് 40 രൂപ നീ അവന് കൊടുത്തില്ലേ? കൊടുത്തു. അപ്പൊ നമ്മൾ വണ്ടിയെ കയറണ്ടേ? എൻ്റെ അമ്മച്ചി വണ്ടി കയറി കഴിഞ്ഞാൽ 80 രൂപ കൊടുക്കണ്ടേ? 80 രൂപ കൊടുക്കണം. ഇപ്പൊ നമ്മൾ 40 രൂപയല്ലേ കൊടുത്തോളൂ? 40 രൂപ കൊടുത്തോളൂ. 40 രൂപ നമുക്ക് ലാഭമല്ലേ? 40 രൂപ ലാഭ. ഇതാണ് പറഞ്ഞത്, നമ്മൾ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. ഓ തങ്കച്ച, ഞാൻ പണ്ട് തന്ന ചക്കക്കുരുവും ചക്കയൊക്കെയാണോ നിന്റെ ഈ ബുദ്ധി? ഇനി എന്നെ ആയാലും നമുക്ക് മറ്റേ ശങ്കറിൻ്റെക്ക് പോവാം. ശങ്കറല്ല, മേനക. ശങ്കറും മേനകയും അത് തന്നെ. ഇവനൊക്കെ എന്നത് കൊടുത്തിട്ടാ ഇങ്ങനത്തെ ബുദ്ധി വരുന്നത്?